MJ ഫിലിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകന്മാരിൽ ഒരാളായിരുന്ന സംഗീത് ശിവന്റെ മലയാള സിനിമയിലെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവുമാണ്. മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത പേരുകളിൽ ഒന്നാണ് നിശ്ചല ഛായാഗ്രഹനായിട്ടുള്ള ശിവൻ എന്ന ഫോട്ടോഗ്രാഫറുടേത്. 1960കളിൽ തിരുവനന്തപുരത്ത് ശിവൻ സ്റ്റുഡിയോ എന്ന പേരിൽ സ്റ്റുഡിയോ നടത്തിയിരുന്ന അദ്ദേഹം നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും നിശ്ചല ഛായാഗ്രഹണം ഒരുക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദേശീയ അവാർഡ് അടക്കം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3 മക്കൾ, മൂത്തയാൾ സംഗീത് ശിവൻ, രണ്ടാമത്തെയാൾ സന്തോഷ് ശിവൻ, മൂന്നാമത്തെയാൾ സഞ്ജീവ് ശിവൻ. ഈ 3 പേരെയും മലയാളത്തിലെ പ്രേക്ഷകർക്ക് സുപരിചിതരായിട്ടുള്ള ആളുകളാണ്. മലയാള പ്രേക്ഷകർ എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന യോദ്ധ എന്ന സിനിമയിലൂടെ, ഒറ്റ സിനിമയിലൂടെ മലയാളത്തിൽ തന്റെ പേര് അടയാളപ്പെടുത്തിയ സംവിധായകനാണ് സംഗീത് ശിവൻ. രണ്ടാമത്തെയാൾ സന്തോഷ് ശിവൻ നിരവധി സിനിമകൾക്ക് ഛായാഗ്രഹണം നൽകിയ 5 തവണയിലേറെ ദേശീയ അവാർഡ് നേടുകയും നിരവധി അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള മികച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഛായാഗ്രഹന്മാരിൽ ഒരാളാണ് സന്തോഷ് ശിവൻ. മൂന്നാമത്തെയാൾ സഞ്ജീവ് ശിവൻ. മമ്മൂട്ടി നായകനായ അപരിചിതൻ എന്ന സിനിമയിലൂടെയാണ് മലയാളികൾക്ക് സഞ്ജീവ് ശിവനെ പരിചയം. ബികോം പഠനം പൂർത്തിയാക്കി ബാങ്ക് ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്ന സംഗീത് ശിവൻ തന്റെ സഹോദരങ്ങളുടെയും അച്ഛന്റെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് മലയാള സിനിമയിലേക്ക് വ്യൂഹം എന്ന സിനിമയിലൂടെ രംഗപ്രവേശം നടത്തുകയായിരുന്നു. ആ സിനിമയിൽ നായകനായി എത്തിയത് അക്കാലത്ത് തമിഴ് സിനിമയിൽ വില്ലൻ വേഷങ്ങളിലും നായക വേഷങ്ങളിലും ഒക്കെ തിളങ്ങിയിരുന്ന രഘുവരൻ എന്ന നടനായിരുന്നു. 1990ൽ സുകുമാരനും രഘുവരനും ദേവനുമൊക്കെ അഭിനയിച്ച വ്യൂഹം മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. മലയാളത്തിൽ എല്ലാ കാലത്തും എല്ലാ പ്രേക്ഷകരെയും, എല്ലാ തലമുറയിൽപ്പെട്ട പ്രേക്ഷകരെയും ആകർഷിച്ചുകൊണ്ട് ഇപ്പോഴും കാണുന്നവരെ എല്ലാം ഓൾമയൊക്കൊള്ളിക്കുന്ന സിനിമകളിൽ ഒന്നാണ് യോദ്ധ. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു കഥ തിരഞ്ഞെടുത്തുകൊണ്ട് ശശിധരൻ ആറാട്ട് വഴിയോടൊപ്പം ചേർന്നുകൊണ്ട് തിരക്കഥയ്ക്ക് പങ്കാളിയായി അദ്ദേഹം തയ്യാറാക്കിയ യോദ്ധ മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറി. തന്റെ രണ്ടാമത്തെ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെ സംഗീത സംവിധാനം ആരെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ സംഗീത് ശിവന് ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിരുന്ന ദിലീപ് എന്ന ചെറുപ്പക്കാരൻ, പിന്നീട് A.R. റഹ്മാനായി മാറിയ ദിലീപ് എന്ന ചെറുപ്പക്കാരനെ തന്റെ ആദ്യകാല പരസ്യ ചിത്രങ്ങളിൽ സംഗീതം പകർന്നിരുന്ന ആളെന്ന നിലയിൽ പരിചയമുണ്ടായിരുന്ന സംഗീത് ശിവൻ അദ്ദേഹം A.R. റഹ്മാനുമായിട്ട് മീറ്റ് ചെയ്യുകയും തന്റെ രണ്ടാമത്തെ സിനിമയായ യോദ്ധയിൽ സംഗീതം ഒരുക്കണമെന്ന് കരാർ വയ്ക്കുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ A.R. റഹ്മാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് യോദ്ധ. ഈ സിനിമ കണ്ടവർക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത പാട്ടുകളിലൊന്നാണ് പടകാളി ചണ്ടിച്ചങ്കരി എന്ന് തുടങ്ങുന്ന വിച്ചു തിരുമല എഴുതിയ ഗാനം. മലയാളികൾ പേരിൽ മാത്രം കേട്ടറിഞ്ഞിരുന്ന നേപ്പാളിനെ ദൃശ്യഭംഗിയോടുകൂടി മലയാളത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സംഗീത് ശിവനെ മലയാളികൾക്ക് പ്രിയങ്കരനാക്കി മാറ്റിയത്. യോദ്ധ എന്ന സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം നേപ്പാളിലെ ഒരു ഗോത്ര ഗ്രാമത്തിന്റെ തലവനും ദൈവതുല്യനുമായ റിംപോച്ചെ എന്ന കുട്ടിയെ ദുഷ്ടശക്തികൾ നിഗ്രഹിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയും കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് അന്നത്തെ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന അശോകൻ എന്ന ചെറുപ്പക്കാരൻ നേപ്പാളിലെത്തി ഈ ഗ്രാമത്തിലെത്തി റിംപോച്ചയെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുന്ന ഏറ്റവും രസകരവും സംഘട്ടനം നിറഞ്ഞതുമായിട്ടുള്ള സിനിമയാണ് യോദ്ധ. കേരളത്തിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എല്ലാം മറന്നു പൊട്ടിച്ചിരിക്കുന്ന ആദ്യ പകുതിയും കുങ്ഫു എന്ന ആയോധന കലയുടെ പിൻബലത്തിൽ ഉദ്യോഗജനകമായ രണ്ടാം പകുതിയും നിറയുന്നതാണ് യോദ്ധ എന്ന ചലച്ചിത്രം. നേരത്തെ പറഞ്ഞതുപോലെ A.R. റഹ്മാൻ ഇടം പകർന്ന 4 പാട്ടുകളുണ്ട് ഈ ചിത്രത്തിൽ. ഈ 4 പാട്ടിന്റെയും ദൃശ്യ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ്. സന്തോഷ് ശിവന്റെ ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത നിരവധി ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ നേപ്പാളിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുള്ള രംഗങ്ങളാണ് ഈ സിനിമയിലുള്ളത്. നേപ്പാളിന്റെയും കേരളത്തിന്റെയും ചാരുതയാർന്ന ഗ്രാമഭംഗികൾ പകർന്നെടുത്ത 4 പാട്ടുകൾ ഈ സിനിമയിലൂടെ ഹിറ്റായി മാറി. വിച്ചു തിരുമല എഴുതി യേശുദാസും MG ശ്രീകുമാറും മത്സരാടിസ്ഥാനത്തിൽ പാടിയ പടകാളി ചണ്ടിച്ചങ്കരി എന്ന് തുടങ്ങുന്ന ഗാനം മലയാളികൾ എക്കാലത്തും ഓർക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്. കുനുകുന് ചെറുകൂറു നിരകൾ, മമ്പൂവേ മഞ്ഞു തീരുന്നു തുടങ്ങിയ പാട്ടുകളെല്ലാം മലയാളികൾ എക്കാലത്തും ഓർക്കും. തൈപ്പറമ്പിൽ അശോകനായി മോഹൻലാലും അരശുമുട്ടിൽ അപ്പക്കുട്ടനായി ജഗതിയും മത്സരിച്ചഭിനയിച്ച സിനിമകളിൽ ഒന്നുകൂടിയാണ് യോദ്ധ. മോഹൻലാലിനോടൊപ്പം ഉർവശി, മധുബാല, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, MS തൃപ്പൂണിത്തറ, പുനീത് ഇസാഖ്, സിദ്ധാർത്ഥ് ലാമ തുടങ്ങിയിട്ടുള്ള നിരവധി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു. ഗ്രാമത്തിലെ ഉത്സവ പരിപാടികൾ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും തോറ്റു തുന്നമ്പാടി അരശുമൂട്ടിൽ അപ്പുകുട്ടം വരുമ്പോ അച്ഛനായ ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ദേ വരുന്നു നിന്റെ മോൻ തോറ്റു തുന്നമ്പാടി. ജഗതി പറയുന്ന കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ,
കാവിലെ പാട്ട് മത്സരത്തിൽ നമുക്ക് ഇനി വീണ്ടും കാണാം എന്നൊക്കെ പറയുന്ന ട്രോളുകൾ ഇന്നും നവമാധ്യമങ്ങളിൽ നിറയുന്നതാണ്. ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള അക്കാലത്തെ അവാർഡ് നേടിയ റിംബോച്ച എന്ന കുട്ടിയെ അവതരിപ്പിച്ചത് സിദ്ധാർത്ഥ് ലാമ എന്ന നേപ്പാളിലെ ഒരു ബാലനായിരുന്നു. യോദ്ധ സിനിമ കണ്ട എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു രംഗമാണ് തലമുടി നീട്ടി വളർത്തിയ ഒരു യുവാവുമായിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം നടത്തുന്ന ആക്ഷൻ. ഈ രംഗത്ത് ആക്ഷൻ താരമായി അഭിനയിച്ചത് നേപ്പാളിലെ ഒരു നടൻ കൂടിയായിട്ടുള്ള യുവരാജ് ലാമയാണ്. ഈ യുവരാജ് ലാമയുടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥാണ് റിംബോച്ച എന്ന കഥാപാത്രത്തെ ഏറ്റവും മനോഹരമാക്കി യോദ്ധയിൽ അവതരിപ്പിച്ചത്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായി ഏതാണ്ട് 20ഓളം സിനിമകൾ സംഗീത് ശിവൻ സംവിധാനം ചെയ്തു. സണ്ണി ഡിയോൾ, ഋത്തിക് റോഷൻ അടക്കമുള്ള നടന്മാരെ വെച്ച് ഹിന്ദിയിലും മലയാളത്തിൽ പ്രത്യേകിച്ച് മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് 3-4 സിനിമകളും, ഒപ്പം അരവിന്ദ് സ്വാമി, രഘുവരൻ തുടങ്ങിയ അക്കാലത്തെ യുവത്വത്തിന്റെ പ്രതീകങ്ങളായ നടന്മാരെ വെച്ചുകൊണ്ട് ആണ് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുള്ളത്. സംഗീത് ശിവന്റെ സിനിമകളുടെ പ്രത്യേകതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഏറ്റവും നല്ല ദൃശ്യഭംഗിയാണ്. ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെയായിട്ടുള്ള സന്തോഷ് ശിവനാണ്. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീകർ പ്രസാദാണ് ഈ സിനിമകളുടെ എല്ലാം എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. വ്യൂഹം, യോദ്ധ, നിർണയം, ഗാന്ധർവം, ഡാഡി, ജോണി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ജോണി എന്ന സിനിമയടക്കം നിരവധി സിനിമകൾ. രഘുവരൻ ഇൻസ്പെക്ടർ ടോണിയായി നിറഞ്ഞാടിയ വ്യൂഹം, മോഹൻലാലിന്റെ യോദ്ധ, മോഹൻലാലിന്റെ തന്നെ നിർണയം, ഗാന്ധർവം. ആശുപത്രികളിലെ അവയവ കച്ചവടവുമായി ബന്ധപ്പെടുത്തി മലയാളത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ സിനിമകളിൽ ഒന്നാണ് സംഗീത് ശിവൻ സംവിധാനം ചെയ്ത നിർണയം എന്ന സിനിമ. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ നടൻ എന്ന രീതിയിൽ സങ്കല്പിച്ചിരുന്ന അരവിന്ദ് സ്വാമിയെ വെച്ചാണ് ഡാഡി എന്ന സിനിമ സംഗീത് ശിവൻ ഒരുക്കിയത്. നിരവധി ബാലതാരങ്ങളെ അണിനിരത്തി സംഗീത് ശിവൻ ഒരുക്കിയ ജോണി എന്ന സിനിമ അക്കാലത്തെ സംസ്ഥാന അവാർഡ്, ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള സിനിമയ്ക്കുള്ള ചലച്ചിത്ര അവാർഡ് അന്ന് കരസ്ഥമാക്കിയിരുന്നു. തകർന്ന തരിപ്പണമായ മലയാള സിനിമയെ കൈപിടിച്ചുയർത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ രോമാഞ്ചം. തകർന്ന് തരിപ്പണമായ മലയാള സിനിമയെ കഴിഞ്ഞ വർഷം കൈപിടിച്ചുയർത്തിയ രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഗീത് ശിവൻ എന്ന മഹാനായ സംവിധായകൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. മലയാള സിനിമയുടെ ചരിത്രം അവസാനിക്കാത്തിടത്തോളം കാലം യോദ്ധ എന്ന സിനിമയും അതിന്റെ സംവിധായകൻ സംഗീത് ശിവനെയും പ്രേക്ഷകർ ഒരു കാലത്തും മറക്കില്ല. ലെജൻഡുകൾ ബാക്കി വെച്ചു പോകുന്നത് അവരുടെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളിലൂടെ അവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പുതിയ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.